സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മറുപടി പറഞ്ഞു, എനിക്ക് പിശാചില്ല, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അതന്വേഷിക്കുന്നവരും വിധികർത്താവുമായ ഒരുവനുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരണം കാണുകയില്ല. യഹൂദർ അപ്പോൾ അവനോട് പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രാഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും എന്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരണം രുചിക്കുകയില്ല എന്ന് നീ പറയുന്നു. ഞങ്ങളുടെ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ? അവനാകട്ടെ മൃതി അടഞ്ഞു, പ്രവാചകന്മാരും മരിച്ചുപോയി, നീ നിന്നെ തന്നെ ആരാക്കി തീർക്കുകയാണ്? ഈശോ മറുപടി നൽകി, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ എന്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്ന എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എന്റെ ദിവസം കാണാമെന്നതിനാൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു, അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ അവനോട് പറഞ്ഞു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ട് നീ അബ്രാഹത്തെ കണ്ടെന്നോ? ഈശോ അവരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലുകൾ എടുത്തു. എന്നാൽ ഈശോ അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തു പോയി. സ്വല്പസമയം ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ വചനഭാഗങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് പിതാവുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ്. ഈശോ പഠിപ്പിക്കുന്നത് യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാല് പലപ്പോഴും നമുക്കതിനെ ചില ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ദിവസങ്ങളില് കോട്ടയത്തിനടുത്ത് കളത്തിപ്പടിയിലുള്ള ക്രിസ്റ്റീൻ എന്നുള്ള ഒരു ധ്യാന കേന്ദ്രത്തെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലരൊക്കെ അവിടെ പോയി ധ്യാനിച്ചിട്ടുണ്ടാവും. ഈ ദിവസങ്ങളിൽ അവിടെ 2-3 ഗ്രൂപ്പുകളിൽ ധ്യാനം നടക്കുന്നുണ്ട്. ആ ദിവസങ്ങളിൽ ഞാൻ സഹായിക്കുവാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു, കുർബാന ചൊല്ലുന്നതിനും പ്രാർത്ഥനകൾക്കുമൊക്കെയായിട്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു സെക്ഷനിൽ ഏകദേശം ഒരു 300ഓളം കുട്ടികൾ ദിവസങ്ങളിൽ അവിടെ ധ്യാനിക്കുന്നുണ്ട്. ഇന്ന് രാത്രി കൊണ്ട് ധ്യാനം കഴിയും, നാളെ രാവിലെ അവർ പോകും. അപ്പൊ ഈ കുട്ടികള് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് കണ്ട ഒരു കാര്യം, കുട്ടികളെല്ലാം വളരെ ആഗ്രഹത്തോടുകൂടി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയും കുട്ടികള് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ കുട്ടികൾ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഈ കുട്ടികളോടൊരു ആത്മബന്ധം തോന്നും. നിങ്ങൾ കണ്ടാലും ഞാൻ കണ്ടാലും എല്ലാം തോന്നും. കാരണം കുട്ടികൾ ഇങ്ങനെ ആഗ്രഹിച്ച്, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച്, യേശുവേ എന്ന് വിളിച്ച് കണ്ണുനീരോടുകൂടി ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ആ കുട്ടികളോടൊരു ആത്മബന്ധം ഉണ്ടാവും. അതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഇവിടെ ഒരുമിച്ച് രാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പരസ്പരം ഒരു ആത്മബന്ധമുണ്ട്. എന്നാല് നമ്മൾ പലരും സിനിമ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുള്ളവരാണ്. അവിടെ ഒരുമിച്ചിരുന്ന് സിനിമ കണ്ട ആരെയും നമ്മൾ ഓർത്തിരിക്കാറില്ല, അല്ലെ? അവരോടൊരു ആത്മബന്ധം നമുക്ക് ഒരിക്കലും തോന്നാറില്ല. പല പ്രാവശ്യം പോയി സിനിമ കണ്ടിട്ടുള്ളവരുണ്ടാകും, ഒരു സിനിമ തന്നെ പല പ്രാവശ്യം കണ്ടിട്ടുള്ളവരുണ്ടാകും, നല്ല സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്നവരും ആരുമായിട്ട് ഒരു ആത്മബന്ധമില്ല. അല്ലെ, ബസ് സ്റ്റാൻഡിൽ പോയി ബസ് നോക്കി നിന്നപ്പോൾ വലിയ ജനക്കൂട്ടത്തിന് ഇടയ്ക്ക് നമ്മൾ പലപ്പോഴും നിന്നിട്ടുണ്ട്, മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടുണ്ട് ബസ്സിൽ. ചിലപ്പോൾ കടയിൽ കയറി നാരങ്ങാവെള്ളവും കുടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അവിടെയുള്ള ആരുമായിട്ട് ഒരു ആത്മബന്ധം നമുക്കില്ല. നമ്മൾ കണ്ടു, നമ്മൾ പോന്നു, അത്രേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഒരുമിച്ച് ഒരു രാത്രിയിൽ ഒരുമിച്ചിരുന്ന് 1 മണിക്കൂർ, അരമണിക്കൂർ, 10 മിനിറ്റോ ആണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ പരസ്പരം ഒരു ആത്മബന്ധം വരുന്നുണ്ട്. ഈ ബന്ധം ആരാണ് നൽകുന്നത്?
ഈ ബന്ധം ആര് വഴിയായിട്ടാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്? ആ ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഇത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉള്ള ഒരു പരസ്പര ബന്ധം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അത് നമുക്കറിയാം. എവിടെയെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തികളെന്ന് വ്യക്തിപരമായിട്ട് നമ്മളോട് പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾ അതെല്ലാം ഓർത്തിരുന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ആത്മബന്ധമുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങള് ഈ ദിവസങ്ങളില് ഇങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ വായിക്കുവാനിടയായപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ആദ്യ അധ്യായങ്ങളെല്ലാം നമ്മൾ വായിക്കുവാനും ധ്യാനിക്കുവാനും കടപ്പെട്ടിരിക്കുന്നവരാണ്. കാരണം ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ തുടർച്ചയാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ നമ്മൾ കണ്ടെത്തുന്ന എന്താ? അപ്പസ്തോലന്മാര്, ആദിമ ക്രൈസ്തവ സമൂഹം ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഏക മനസ്സോടുകൂടി പരിശുദ്ധ അമ്മയോടുകൂടി അവര് പ്രാർത്ഥനയിലും പ്രബോധനത്തിലും അപ്പമുറിക്കൽ ശുശ്രൂഷയിലും കൂട്ടായ്മയിലും ഒരുമിച്ചിരുന്നു എന്നാണ് വചനം പറയുക. അവർ ഒരുമിച്ചിരുന്നു, കൂട്ടായ്മ. ആത്മാവ് അപ്പോഴാണ് അവരിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അഭിഷേകം നൽകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ അവർ ഒരുമിക്കപ്പെട്ടിരുന്നപ്പോൾ ആ ഒരുമയെ പരിശുദ്ധാത്മാവ് സ്ഥിരീകരിക്കുന്നതാണ് പെന്തക്കോസ്ത് തിരുനാളിൽ നമ്മൾ കാണുക. എന്ന് പറഞ്ഞാൽ അതിനെ മുദ്ര ചെയ്തുകൊണ്ട് ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുവാൻ ഒരുക്കി വിടുന്നതാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നതും സ്വീകരിക്കുന്നതും കൂട്ടായ്മയിലാണ്. ഒരു കൂട്ടായ്മയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഈ രാത്രി ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കും, എന്തിനാ ഈ രാത്രിയിൽ വന്നിരുന്ന് ഈ ഉറക്കളച്ചിരുന്ന് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെയാണ് നമുക്കറിയാം നല്ല ചൂട് കാരണം ഏതാണ്ട് വെളുപ്പാകാലത്താണ് എല്ലാവരും ഒക്കെ ഒന്ന് മയങ്ങി വരുന്നത്. അങ്ങനെ മയങ്ങി വരുന്ന സമയമാകുമ്പോഴേക്കും ഏകദേശം രാത്രിയിൽ അപ്പൊ നമുക്ക് കുറച്ച് സമയം ഉറങ്ങാൻ പറ്റുള്ളൂ. ആ സമയം പോലും നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നതിന് ക്ഷീണം നമുക്കുണ്ടാകും. അപ്പൊ ഇങ്ങനെ രാത്രിയിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഇതിന്റെ പ്രയോജനം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കൂട്ടായ്മയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അത് ത്യാഗം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളിലേക്കും ഇറങ്ങി വരുന്നു, ഓരോ വ്യക്തികളിലേക്കും കടന്നു വരുന്നു. കൂട്ടായ്മയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിനെ കുറിച്ചാണ് ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നത്. ഞാൻ എന്റെ പിതാവുമായിട്ട് ഒന്നായിരിക്കുന്നു, എന്റെ പിതാവിനെ ഞാൻ കണ്ടിരിക്കുന്നു, എന്റെ പിതാവിൽ നിന്ന് കേട്ടതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അബ്രാഹവും എന്നെ കാണുവാൻ ആഗ്രഹിച്ചു, ത്രിത്വൈക ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചു, കൂട്ടായ്മയിൽ അബ്രാഹവും എന്റെ കൂടെ ആയിരിക്കുന്നു എന്നെല്ലാം ഈശോ പഠിപ്പിക്കുകയാണ്. പക്ഷെ ശിഷ്യന്മാർക്ക് അതിനെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥനയിലേക്ക് കടന്നു വരണം. അത് പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നെങ്കിലേ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് നടിച്ചാൽ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയില്ല. തീഷ്ണമായ പ്രാർത്ഥനയുണ്ടെങ്കിലേ കൂട്ടായ്മയുടെ ആഴത്തിലേക്ക് കടന്നു വരികയുള്ളൂ. നമുക്കറിയാം, പ്രാർത്ഥിക്കാൻ വേണ്ടി ഒത്തിരി പേര് പോകും. എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കുന്നവരല്ല. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒത്തിരി പേര് പോകും, ചിലർ അവിടെ നിന്ന് ഉറങ്ങിപ്പോകും. അല്ലേ? ആലോചിച്ച് നോക്കി, നമ്മുടെ തന്നെ കാര്യം എടുത്ത് നോക്കി. നമ്മള് വണ്ടിക്കൂലി എല്ലാം മുടക്കി ഇവിടെ ഒന്ന് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഉറങ്ങേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല, കട്ടിലേക്കൊന്നും ഉറങ്ങാത്ത വീട്ടിൽ. അപ്പോൾ നമ്മള് പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പോകും. പക്ഷെ പലപ്പോഴും നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ക്ഷീണം കാരണം നമ്മൾ ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ ദൈവത്തോട് കൂട്ടായ്മയിൽ ആഴപ്പെടാൻ ആഗ്രഹിക്കുന്നവര് ഉറക്കളച്ചിരുന്നുകൊണ്ട് അല്ലെങ്കിൽ തീഷ്ണതയോടുകൂടി ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ തീഷ്ണത കിട്ടുന്നതനുസരിച്ചാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരിക. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധം കൂടുന്നതും ഇങ്ങനെ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴാണ്. നമുക്കറിയാം, നമ്മൾ രോഗാവസ്ഥയില് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണെങ്കിൽ ആരെങ്കിലും ഉറക്കളച്ച് നമ്മളെ പരിചരിക്കുവാനിരുന്നാൽ ആ വ്യക്തിയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകും. ത്യാഗം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാകും. നമ്മളെ പരിചരിക്കുവാൻ രോഗാവസ്ഥയിൽ എവിടെയെങ്കിലും നമ്മൾ ആശുപത്രിയിൽ കിടക്കുന്ന അവസരങ്ങളിൽ നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ബന്ധുക്കളോ സ്നേഹിതരോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്നും നമ്മൾ ഓർത്തിരിക്കും. എന്തുകൊണ്ടാണ്? എനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഒരു വ്യക്തിയെ എനിക്ക് ഓർക്കാൻ സാധിക്കുമെങ്കിൽ ദൈവം എത്രയോ വലിയ ഹൃദയമുള്ള വ്യക്തിയാണ്. ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ആരെയും ദൈവത്തിന് വിസ്മരിക്കാൻ സാധിക്കില്ല. ദൈവത്തിന്
ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന ആരെയും ദൈവത്തിന് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ത്യാഗത്തിനും ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ ത്യാഗത്തിനും ദൈവസന്നിധിയിൽ നമുക്ക് പ്രതിഫലം കിട്ടും എന്നത് ഉറപ്പാണ്. ഈ ദിവസങ്ങളിൽ വായിച്ച ഒരു പുസ്തകം, ഫ്രാൻസിൽ ജനിച്ച ഒരു കൊച്ചു കുഞ്ഞിന്റെ, വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ച ഒരു കുഞ്ഞിന്റെ ചരിത്രമാണ് ആ പുസ്തകത്തിൽ പറയുക. ആ കുട്ടിയുടെ പേര് ഗീ ദസ് ഗിലാൻഡ് എന്നാണ്. ഗീ എന്നാണ് അവനെ വിളിക്കുക. ഗീ എന്നാണ് ആ കുട്ടിയുടെ പേര്. 11ാമത്തെ വയസ്സിൽ ആ കുട്ടി മരിച്ചുപോയി. അപ്പൊ അവന്റെ ജനനം തന്നെ വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ജനനമായിരുന്നു. അപ്പൊ ഇന്ന് ഒരു വാഴ്ത്തപ്പെട്ടവനാണ്. ആ കുട്ടിയുടെ മാധ്യസ്ഥത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ കേരളത്തിൽ പോലും നടക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കുട്ടിയെ കുറിച്ച് പറയുന്ന ഇതാണ്. ആ കുട്ടി ജനിക്കുന്നത് 1913 നവംബർ 30 ജനിച്ചു. ഫ്രാൻസിലെ ഒരു പുരാതന ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു. അപ്പോൾ അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ മാമോദീസ മുക്കും. 7ാമത്തെ ദിവസം മാമോദീസ മുക്കും. അപ്പോൾ അങ്ങനെ ഡിസംബർ 7-ാം തീയതി കൊണ്ടുപോയി ഈ കുഞ്ഞിനെ മാമോദീസ മുക്കി. ഡിസംബർ 7-ന്റെ പ്രത്യേകത നമുക്കറിയാം. 8-ാം തീയതിയുടെ അമലോത്ഭവ തിരുനാളിന് ഒരുക്കമായിട്ട് എല്ലാ ദേവാലയത്തിലും ശുശ്രൂഷകൾ ആരംഭിക്കുന്ന ദിവസമാണ്. അപ്പോൾ ആ ശുശ്രൂഷയുടെ ഒരുക്കത്തോടു കൂടി ഈ കുഞ്ഞിനെ മാമോദീസ മുക്കി. ഈ കുഞ്ഞ് വളർന്നു വന്നപ്പോൾ മാതാവിനോടുള്ള വലിയ ഭക്തി ഈ കുഞ്ഞിൽ നിറഞ്ഞു വന്നു. എല്ലാം നീല നിറത്തോട് ഈ കുഞ്ഞിന് ആഗ്രഹം, നീല ഉടുപ്പിനോട് താല്പര്യം, നീല പൂക്കളോട് താല്പര്യം, നീല നിറത്തോട് താല്പര്യം. നമുക്കറിയാം നീല മാതാവിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നീല നിറത്തോട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാതാവിനോട് താല്പര്യമുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടാ നീല സാരിയെ കൊടുത്ത് തോന്നിപ്പിക്കുന്നവരാണ്. അപ്പോൾ നീല എന്നുള്ളത് മാതാവിന്റെ കളറാണ്. അപ്പൊ അതുകൊണ്ട് മാതാവിനോട് ഭക്തിയുള്ളവരെ നീല കളർ പോയി സെലക്ട് ചെയ്യും. അപ്പൊ ഈ കുഞ്ഞിന് നീല ഇഷ്ടമായിരുന്നു. അപ്പൊ അവൻ ഇങ്ങനെ വളർന്നു വന്നപ്പോഴേക്കും ആദിർവാന സ്വീകരണത്തിന്റെ സമയമായി. ആദിർവാന സ്വീകരണത്തിന്റെ സമയമായപ്പോ ഈ കുഞ്ഞിന് ഇങ്ങനെ വലിയ മാതാവിനോട് ഭക്തി, ദിവ്യകാരുണ്യത്തോട് ഭക്തി, ഈശോയോട് ഭക്തി ഇങ്ങനെ വളർന്നു വന്നു. അവനെ ദിവ്യകാരുണ്യം സ്വീകരിച്ച അന്ന് യേശുവിനെ കിട്ടിയ അന്ന് അവൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയാം? അവൻ പ്രാർത്ഥിച്ചതാണ്, എന്നെ ഒരു സന്യാസ വൈദികനാക്കണം, എന്നിട്ട് എനിക്കൊരു വിമാനം കിട്ടണം, എന്നിട്ട് വിമാനത്തിൽ പോയി ലോകം മുഴുവൻ വചനം പ്രഘോഷിച്ച് ഈ ലോകത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തണം എന്നാണ് ഇവൻ പ്രാർത്ഥിച്ചത്. ഈ കുഞ്ഞ് പ്രാർത്ഥിച്ചു. അവന്റെ ജീവചരിത്രം എഴുതി വെച്ചിരിക്കും. ഈ കുഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വിശുദ്ധ കുർബാനയുടെ നാവിലേക്ക് വന്ന ഈശോ ഇവന് കൊടുത്ത മറുപടി എന്തെന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മളിത് എല്ലാവർക്കും വിഷമം വരും. ഈശോ അവനോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചു എന്നാണ് പറയാ. ഈശോ അവനോട് പറഞ്ഞു, ഗീ, നിന്നെ ഞാനൊരു വൈദികനാക്കുകയില്ല, മറിച്ച് നിന്നെ എന്റെ മാലാഖയുടെ ഗണത്തിലേക്ക് ചേർക്കാൻ പോവുകയാണ്, നീ അധികം താമസിയാതെ മരിക്കും. ഇതാണ് ഈശോ പറഞ്ഞത്. ഈ കുഞ്ഞിന് ഇത് ബോധ്യം വന്നു. ഈശോ ആ കുഞ്ഞിനോട് പറഞ്ഞു, നീ അധികം താമസിക്കാതെ മരിക്കും, നിന്നെ എന്റെ മാലാഖയുടെ ഗണത്തിലേക്ക് ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുന്നു, നീ ഒരു വൈദികനാവുകയില്ല. 11ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് മരിച്ചു. 11ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഏകദേശം 5ാമത്തെ വയസ്സിൽ വിശുർബാന സ്വീകരിച്ചു. 6 വർഷങ്ങൾ കൂടി ജീവിച്ചു. ഈ 6 വർഷക്കാലം ഈ കുഞ്ഞിന്റെ ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളരെ വിശുദ്ധമായ ഒരു ജീവിതം, നിരന്തരം കുമ്പസാരിക്കുന്ന ഒരു ജീവിതം, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ജീവിതം, യേശുവുമായിട്ട് സംസാരിക്കുന്ന ജീവിതം. അങ്ങനെ ജീവിച്ച ഈ കുഞ്ഞ് തന്റെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു രോഗം പിടിപെട്ടു. ആ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ അമ്മയോട് പറയാണ്, ഈശോ എന്നോട് പറഞ്ഞിരുന്നു 11ാമത്തെ വയസ്സിൽ ഞാൻ മരിക്കുമെന്ന്, അതുകൊണ്ട് എന്റെ മരണസമയം അടുത്തിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ അതിന് വളരെ സങ്കടത്തോടു കൂടിയാണല്ലോ അതെല്ലാം കേട്ടു മനസ്സിലാക്കി. ആ കുഞ്ഞ് 11ാമത്തെ വയസ്സിൽ മരിക്കുകയാണ്. 11ാമത്തെ വയസ്സിൽ ആ കുഞ്ഞിന്റെ മാനസത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ലോകത്തിൽ നടക്കുന്നു എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ കുഞ്ഞിന്റെ പേരാണ് ഗീ എന്നാണ് അറിയപ്പെടുക. ഗീ ദസ് ഗിലാൻഡ് എന്നാണ് അറിയപ്പെടുക. ഫ്രാൻസിൽ നിന്നുള്ള കുട്ടിയാണ്. നമുക്കറിയാം ഫ്രാൻസിൽ ധാരാളം വിശുദ്ധരുള്ളതാണ്. ഫ്രാൻസിൽ നിന്നാണ് കൊച്ചു തെരേസ്യ വരുന്നത് നമുക്കറിയാം, അമ്മ തെരേസ്യ വരുന്നത് നമുക്കറിയാം. ഇവരെല്ലാം ഫ്രാൻസ് എന്നുള്ള രാജ്യത്ത് നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ യേശുവുമായിട്ടുള്ള ആഴമായ ബന്ധം ചെറുപ്പം മുതലേ ഈ കുഞ്ഞ് നിലനിർത്തിയിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യേശുവുമായിട്ടുള്ള ആ ആഴമായ ബന്ധത്തിലേക്ക് കടന്നു വരുവാനുള്ള നിമിഷങ്ങളാണ് ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും. നമുക്കറിയാം എത്രമാത്രം ഒരുങ്ങിയാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, എത്രമാത്രം ഒരുങ്ങിയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്.
പ്രത്യേകിച്ച് കൊച്ചുനാളായിരുന്നപ്പോൾ നമ്മളിലേക്ക് യേശുവിനോടുള്ള സ്നേഹവും താല്പര്യവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾ കടന്നു പോകുമ്പോഴേക്കും പലപ്പോഴും നമ്മളിലുള്ള ഒരുക്കങ്ങൾ കുറഞ്ഞു പോകുന്നു. യേശുവിനെ സ്വീകരിക്കുവാനുള്ള ആഗ്രഹം കുറഞ്ഞു പോകുന്നു. അപ്പോൾ യേശുവിനോടുള്ള ആഗ്രഹം നമ്മളിൽ സജീവമാക്കണം. യേശുവിനോടുള്ള ആഗ്രഹം കൂടുതലായിട്ട് നമ്മളിൽ ഓരോരുത്തരിലും കത്തിജ്വലിച്ച് വരണം. യേശുവിനെ സ്വീകരിക്കുന്ന ഏറ്റവും ഹൃദയവിശുദ്ധിയോടുകൂടി ആയിരിക്കണം. എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞുള്ള കുമ്പസാരത്തിലൂടെ അതിനുശേഷം ആയിരിക്കണം നമ്മൾ യേശുവിനെ സ്വീകരിക്കാൻ. ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്. ഈ ഗീ എന്നുള്ള വാഴ്ത്തപ്പെട്ട ഈ കുട്ടിയുടെ ജീവിതത്തിൽ പറയുന്നുണ്ട്, ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് അവൻ പ്രത്യേക പ്രാധാന്യം കൊടുത്തിരുന്നു. ആദ്യ വെള്ളിയാഴ്ച കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വലിയ ചിന്ത ഈ കുഞ്ഞിന്റെ മനസ്സിലേക്ക് അമ്മ കൊടുത്തിരുന്നു. അതുകൊണ്ട് അവൻ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നാണ് എന്റെ ചരിത്രത്തിൽ ഈ പുസ്തകത്തിൽ പറയുക. അപ്പോൾ ഇന്നൊരു ആദ്യ വെള്ളിയാഴ്ചയുടെ ആദ്യ മണിക്കൂറുകളിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഈ ആദ്യ വെള്ളിയാഴ്ചയുടെ ആദ്യ മണിക്കൂറുകളിൽ നമ്മളിന്ന് ഉറങ്ങി നടുവൊടിഞ്ഞു പോകരുത്. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ സജീവമായിട്ടിരുന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ച് യേശുവുമായിട്ടുള്ള ഐക്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 7 ആദ്യ വെള്ളിയാഴ്ചകളിൽ 9 ആദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ അടുപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് കർത്താവ് കൃത്യമായ അനുഗ്രഹങ്ങൾ നൽകുമെന്ന് ചിലരിലൂടെയൊക്കെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒന്നും നിറവേറ്റപ്പെടാതെ പോവുകയില്ല. അപ്പോൾ ആദ്യ വെള്ളിയാഴ്ചകൾക്ക് യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ദിവസമാണ്. യേശുവിന്റെ ഹൃദയത്തിൽ നിന്നൊഴിയ രക്തത്തുള്ളികളാൽ എന്നെയും എന്റെ കുടുംബത്തെയും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് നിറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ ഓരോരുത്തർ എടുത്തു വയ്ക്കാം. യേശു പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നായിരുന്നത് പോലെ ഈ വിശുദ്ധ കുർബാനയിൽ യേശുവുമായിട്ട് ഒന്നായിരിക്കുവാൻ, അങ്ങനെ ത്രിത്വൈക ദൈവത്തോട് ഒന്നായിരിക്കുവാൻ, അങ്ങനെ കൂട്ടായ്മയിൽ വളർന്നു വരുന്ന ഒരു പ്രാർത്ഥന അനുഭവം എനിക്കുണ്ടാകുവാൻ നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.